നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരത്തെ സ്ത്രീകളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബാലവൃദ്ധ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർക്ക് ആറ്റുകാൽ അമ്മയുടെ പുണ്യം, അനുഗ്രഹം അത് വളരെ അത്യാവശ്യമാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേർ വെളുപ്പിനെ എഴുന്നേറ്റ് ആറ്റുകാൽ അമ്മയുടെ അടുക്കിലേക്ക് പോകും. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, സ്വാമി, ഞാൻ രാവിലെ ആറ്റുകാലിലേക്ക് കയറുമ്പോൾ എൻ്റെ കണ്ണീരിങ്ങനെ ധാരധാരയായി ഒഴുകുമെന്ന്. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് മറുപടി പറയാൻ നിന്നില്ല. ആറ്റുകാൽ ദേവിയുടെ ശക്തി അതാണ്, ആറ്റുകാൽ പ്രദേശം അതാണ്. ഒരുപാട് അനുഭവം കൊണ്ട് ആറ്റുകാൽ അമ്മയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്പത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ കുടുംബത്തിൻ്റെ ഒരുപാട് ദുരിതങ്ങൾ പിന്നീട് വന്നതും ഒരുപാട് കഥകളുണ്ടത്. അത് ഏത് ദൈവിക ശക്തിയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിച്ചാലും കാലം കൊടുക്കുന്ന, കാരണം ദൈവത്തിന് പണം വേണ്ട, പക്ഷേ ദൈവത്തിൻ്റെ ഒരു ശക്തി കാണിച്ചു കൊടുക്കും, ഇല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ഭരണകൂടത്തിൽപ്പെട്ടവരൊക്കെ ശബരിമല ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിൻ്റെ ഭീകരമായ വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയും ആ വാർത്തകളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും തേച്ചു മായ്ക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ തേച്ചു മാച്ചതൊക്കെ തന്നെ കാലത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. ആരാരെ കൊള്ളയടിച്ചു എന്നുള്ളതല്ല, ആരാരെ കൊള്ളയടിക്കപ്പെട്ടിട്ടു എന്നുള്ളതല്ല. അവിടെ ഞാൻ പറഞ്ഞ വിജയ് മല്യ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ, കിങ്ഫിഷർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന ആള്, ബിയർ മദ്യരാജാവായിരുന്ന അദ്ദേഹം മദ്യത്തിൽ നിന്നുള്ള പണം, മദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മദ്യത്തിൽ നിന്നുള്ള പണം എവിടെ നിന്നാണ്? ലഹരി. ഓരോ കുടുംബങ്ങളുടെയും സ്ത്രീകളുടെ ശാപം ഇരന്ന് വാങ്ങുന്നതാണ് മദ്യം. ഒരു മദ്യ മുതലാളിയും മൂന്നാം തലമുറയ്ക്ക് അപ്പുറത്തേക്ക് മനസമാധാനത്തോടെ കടന്നു പോയിട്ടില്ല. മൂന്നാം തലമുറയിൽ ആ ദോഷം സംഭവിച്ചേ പറ്റൂ. ഒരു മദ്യ മുതലാളിക്കും എൻ്റെ അറിവിൽ കള്ള് കച്ചവടം ചെയ്തവർ ഉൾപ്പെടെയുള്ളവരുടെ, പണ്ട് കാലത്ത് വാറ്റുചാരായം കൊടുത്തവർ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മൂന്നാം തലമുറ, കള്ള് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാം തലമുറ. മദ്യവ്യവസായിയായ വിജയ് മല്യയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം എവിടെ? ശബരിമലയിലെ കരിങ്കൽ പാളി നിരത്തി മുകളിലേക്ക് കയറാൻ സ്വർണം കൊടുത്തു. എന്നിട്ട് വിജയ് മല്യയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം പോലും നഷ്ടപ്പെട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യം വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്താ? അയ്യപ്പന് സ്വർണ്ണപ്പാളികൾ കൊടുക്കുമ്പോൾ, വാതിലുകൾ കൊടുത്തപ്പോഴും, ശബരിമലയിലേക്ക് കയറാനുള്ള റോഡ് കല്ലുകൾ പാക്കി കൊടുത്തപ്പോഴും അയ്യപ്പൻ അനുഗ്രഹിക്കണ്ടേ? ഒരു ദൈവിക സാന്നിധ്യങ്ങളും അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കില്ല. ദൈവത്തിന് ഇത് പറയുന്ന, ദൈവിക ശക്തികൾക്ക് ഇത് പറയുന്ന ഒന്നും വേണ്ട. ദൈവത്തിനെ കൊള്ളയടിക്കപ്പെട്ടാലും ദൈവത്തിന് ദുഃഖമില്ല. പക്ഷേ അങ്ങനെ കൊള്ളയടിക്കപ്പെടുന്ന വസ്തുക്കൾ കാലത്തിൻ്റെ മുമ്പിൽ ഒരു മുദ്രാപത്രത്തിൽ എഴുതി വയ്ക്കുന്ന പോലെ എഴുതി വെക്കപ്പെടും. ആ ചെയ്യുന്നവരെല്ലാം കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എത്രയോ കാലത്തിന് മുമ്പ്, 2-4 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരാൾ ശബരിമല നിത്യവും പോവും. ശബരിമല നിത്യവും പോവും. നിത്യവും പോകുമെന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും ആ വിളക്കിന് പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ എനിക്ക് മകളിന് വിവാഹ യോഗമില്ല എന്നാണ് ഗൃഹനിലയിൽ പറയുന്നത്. പക്ഷേ എനിക്ക് അയ്യപ്പനെ വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു അവൾക്ക് പറ്റിയൊരു വിവാഹം വരും. അദ്ദേഹം എത്രയോ കാലം അദ്ദേഹം അവിടെ പോയി. 32 വയസ്സ് കഴിഞ്ഞിട്ട് മകൾക്ക് വിവാഹം കഴിയാതെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇനിയും ശബരിമലയിൽ പോകുന്നത്? ആ കുട്ടിക്ക് വിവാഹമായില്ല, അത് ആ കുട്ടി പ്രായപൂർത്തിയാകില്ല എന്നുള്ള. എത്രയോ ലക്ഷങ്ങളുള്ള പെൺകുട്ടികളിൽ വല്ലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുന്ന ഒരു സത്യമുണ്ട്. മെച്ചുവറാകത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് അവളുടെ അടുത്ത ജന്മത്തിലേക്ക്, അവൾ നല്ല കുട്ടിയാണ്, അവൾ അടുത്ത ജന്മവും എൻ്റെ മകളായിട്ട് ജനിക്കണം. എനിക്ക് അയ്യപ്പൻ തരുന്നതാണ് അവൾ ഈ ജന്മത്തിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും, സന്താനയോഗം ഉണ്ടായില്ലെങ്കിൽ പോലും, എനിക്ക് വംശമുണ്ടായില്ലെങ്കിൽ പോലും ഞാൻ അയ്യപ്പൻ്റെ കാലുകളിൽ മുറുകെ പിടിക്കുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞ് അവൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ജീവിക്കാൻ, ഇല്ലെങ്കിൽ അവളോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ വന്നു ചേരുമല്ലോ, വരുത്തണമല്ലോ. ഇപ്പം ശാരീരികമായ ഒരു ബന്ധം കൊണ്ട് മാത്രമല്ലേ ഒരു സന്താനം ജനിക്കുമുള്ളൂ, അല്ലാതെ അന്തരീക്ഷത്തിൽ കൂടെ കുട്ടികളൊന്നും ജനിക്കില്ലല്ലോ. എന്തായാലും ആ മനുഷ്യൻ മരണം വരെ അതിൽ മുറുകെ പിടിച്ച് ജീവിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുത്തു. സന്താനങ്ങൾ ജനിച്ചില്ല. സന്താനങ്ങൾ ജനിക്കാതെ തന്നെ അദ്ദേഹം മരിച്ചു.
അപ്പം അയ്യപ്പൻ്റെ ഭക്തി കൊണ്ട് അപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും സ്വത്തും സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ മകൾക്കൊരു കുട്ടിയെ ദത്തെടുത്തുകൂടെ എന്ന്. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ എൻ്റെ 36-ാമത്തെ വയസ്സിൽ എന്നെ വന്ന് വിവാഹം കഴിച്ചു. എനിക്കെൻ്റെ ഭർത്താവിൽ നിന്നൊരു കുട്ടി ജനിച്ചില്ലെങ്കിൽ എനിക്കത് വേണ്ട. എൻ്റെ മകനും മകളും എൻ്റെ ഭർത്താവും എൻ്റെ പിതാവുമല്ല, എൻ്റെ ഭർത്താവാണ്. അങ്ങനെ പറയുന്ന പെൺകുട്ടികളും ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് ഓർക്കണം. ദൈവികമായ ശക്തി എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. അവിടെ ആ ശുദ്ധി അടുത്ത ജന്മത്തിൽ, ഞാൻ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ഏറ്റവും നിങ്ങൾ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജനിക്കും. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, കുറച്ച് പ്രായമൊക്കെ ആയി. ഞാൻ അടുത്ത കാലത്ത് കണ്ടിരുന്നു. നിങ്ങൾക്ക് 100 കുട്ടികൾ ജനിക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ 100 കുട്ടികൾക്ക് തുല്യമായ ഒരാൾ ജനിക്കും. അതങ്ങനെയാണ്. ചില കുട്ടികൾ അത്ര ബുദ്ധിമാന്മാരാണ്, അങ്ങനെ ഉണ്ടാകും. ആ പെൺകുട്ടിയുടെ കണ്ണ് നിറയുന്നത് കണ്ടു. യൗവനത്തിൽ വാർദ്ധക്യം ബാധിച്ച മുഖം, അതാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യം അല്ലേ, ഈശ്വര സാന്നിധ്യം അങ്ങനെയാണ്. അയ്യപ്പൻ അങ്ങനെയാണ്. അയ്യപ്പൻ മുറുകെ പിടിച്ചു. നല്ല എന്താണ് അയ്യപ്പൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം പരിക്കണന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയ്യപ്പനെ മുറുകെ പിടിച്ചത് കൊണ്ട് അയ്യപ്പനേക്ക് ഇതെന്താണ്, എൻ്റെ മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു വരനെ കിട്ടി. അവളെ അവൻ തറയിൽ വെക്കാതാണ് നോക്കുന്നത്. അല്ലേ, ആ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മൾ നോക്കിക്കോളൂ. ഒരുപാട് സ്വത്തും ഒരുപാട് പിള്ളേരും മദ്യപിച്ച് വന്ന സന്ധ്യയ്ക്ക് ചവിട്ടി ഇടിച്ചെടുത്ത് മുറിയുടെ ഒരു വാതിക്കലേക്ക് നിലവിളിക്ക് കേൾക്കുന്ന എത്രയോ വീടുകൾ. അച്ഛൻ വരുന്നു മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്ന കുട്ടികൾ. അതിൻ്റെ അച്ഛൻ വരുന്നു, നീ ആ മുറിക്കകത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് വാതിലടച്ചു കൊടുക്കുന്ന അമ്മമാർ. മദ്യത്തിൻ്റെ കീഴിൽ ഭ്രാന്ത് പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തകർന്ന് താരുമാറാകുന്ന, മദ്യപിച്ചുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന എത്രയെത്ര ഭാര്യമാരും എത്രയെത്ര അമ്മമാരും എന്നെ വിളിക്കാറുണ്ട്. സ്വാമി, ആ കുടി മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സ്വാമി? എൻ്റെ മകൾ പ്രായപൂർത്തിയായി നിൽക്കുന്നു സ്വാമി, അവൾക്കൊരു വിവാഹമില്ല, അവളുടെ കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത വള പോലും അയാൾ ഊരിക്കൊണ്ടുപോയി കുടിച്ചു സ്വാമി, എനിക്കൊരു കെട്ടുതാലി പോലും ഇല്ല സ്വാമി എന്ന് പറയുന്ന സ്ത്രീകളുടെ ദുഃഖങ്ങൾ നമുക്ക് പറ്റില്ല. ഞാൻ ചിലരോട് വഴക്കിടാറുണ്ട്, എനിക്ക് പറ്റില്ല, നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടി മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതെങ്ങനെ മാറ്റാൻ പറ്റും? വല്ല ഡീഅഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഒക്കെ ഒരു പരിധി വരെ മാറും, വീണ്ടും കുടിക്കും. കാരണം മദ്യവും രക്തവും തമ്മിൽ ചേർന്ന് പോയി, പാലും വെള്ളവും പോലെ ചേർന്ന് പോയി. അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. മദ്യത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ മദ്യം ലഹരി വിട്ടു, ലഹരിയിൽ അടിമപ്പെട്ടു പോകും. പിന്നെ അവർക്ക് ബന്ധങ്ങളില്ല, മൂല്യങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല, അമ്മയില്ല. ഇപ്പം മറ്റേ കഞ്ചാവും ഡ്രഗ്സും ഒക്കെ ഒരുപാട് സുലഭമാണല്ലോ. ഈ അടുത്ത കാലത്ത് അമ്മ പറഞ്ഞ പോലെ അവന് എന്ത് ജോലി, അവന് മെഡിസിനൊക്കെ പഠിച്ചതാണ്, ഇപ്പോൾ രാത്രി പോവും, മറ്റേ കഞ്ചാവ് കച്ചവടമാണ്. ഞാൻ നിങ്ങൾക്ക് ദുഃഖമില്ല, എനിക്കെന്തൊരു ദുഃഖം. 2 പ്രാവശ്യം പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങി പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇത് സമൂഹത്തിന് അവനുണ്ടാക്കുന്ന നാശം, അവനെന്ത് നാശം സ്വാമി, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ എൻ്റെ മനസ്സിൻ്റെ സമാധാനം കൂടെ പോവും. അവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇടിച്ച് ചതയ്ക്കട്ടെ, കൊല്ലും, എന്തെങ്കിലും ചെയ്യട്ടെ. അവനൊരു പെണ്ണ് പ്രേമിച്ചു, ഞാൻ കല്യാണം കഴിപ്പിച്ചോ? ഇല്ല, കല്യാണമൊക്കെ വന്ന് റെഡിയായതാണ്. പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവം കാരണം ആ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയി. എത്രയോ വർഷം പ്രണയിച്ചിരുന്നതാണ്. അവനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിരുന്നു. അവൻ്റെ കണ്ണൊക്കെ കറുപ്പിടിപ്പിച്ച് അവൻ വേറൊരു അവസ്ഥയിലായി. നല്ല ആരോഗ്യമുള്ള സുന്ദരമുള്ള ഒരു മുഖമായിരുന്നു, അത് പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സൃഷ്ടി നടക്കുന്ന സമയം, സൃഷ്ടി നടക്കുന്ന സ്ഥലം, വിവാഹത്തിൻ്റെ സമയം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണിനെ വിവാഹപ്രായമായി കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖം കൊണ്ട് വീർപ്പ് മുട്ടുന്ന മാതാപിതാക്കൾ എൻ്റെ അടുത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, കല്യാണം കഴിയാതെ നിൽക്കുന്നത്. അവർ ഹിതമല്ലാത്ത മാർഗത്തിലൂടെ ജീവിക്കാതെ നല്ല ജോലി ചെയ്ത്, ഞാൻ പല ജാതകങ്ങളും നോക്കാറുണ്ട്. ചില ജാതകങ്ങളും പൊരുത്തപ്പെടാൻ പറ്റില്ല, പൂർവ്വജന്മം നോക്കുമ്പോൾ പറ്റില്ല. ചില ചെറുപ്പക്കാരനോട് പറയും, ഈ കല്യാണ യോഗം ഉണ്ടോ സ്വാമി? അപ്പോൾ ഞാൻ ചിലരോട് തമാശയായിട്ട് പറയും, ഇഷ്ടപ്പെട്ട വല്ല പെൺകുട്ടിയാണെങ്കിൽ ഒരു രാത്രിയൊക്കെ ആവാം കേട്ടോ. ഇത് തമാശയായിട്ട് പറയുമ്പോൾ, വേണ്ട സ്വാമി, എനിക്ക് ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്ന ചെറുപ്പക്കാരുമൊക്കെ ഉണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന വാർത്തകൾ, നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, ശാന്തി തരുന്ന വാർത്തകൾ, ഇതെല്ലാം ഉണ്ടല്ലോ. അതല്ലേ ജീവിതം. ജീവിതം അങ്ങനല്ലേ? എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ദൈവത്തിനോട് ചിലപ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കും, എന്തിനാണ് ദൈവമേ മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനാണ്? വണ്ടി ഓടിക്കാനാണോ? അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനാണോ? ഇല്ലെങ്കിൽ കുറേ പണം ഉണ്ടാക്കി ഏസി മുറികളിൽ കിടന്ന് ഉറങ്ങാനാണോ? അല്ലെങ്കിൽ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? ഈ മരുഭൂമിയായിട്ട് ഇങ്ങനെ ഇട്ടൂടെ? ദൈവം വിടില്ല. കാരണം ദൈവത്തിനങ്ങ് നോക്കിയിരുന്ന കാരണം മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് ദൈവത്തിന് അത് കണ്ട് ആനന്ദം പൂണ്ട് ദുഃഖ ദുരിതങ്ങളെ മനുഷ്യന് കൊടുക്കും, നായ്ക്കൾക്കും കൊടുക്കും, അല്ലേ? ജീവജാലങ്ങൾക്ക് കൊടുക്കും, പ്രകൃതിക്ക് കൊടുക്കും, പശുമൃഗാദികൾക്കും അല്ലേ മൃഗങ്ങൾ എല്ലാം കൊടുക്കുമല്ലോ. ഈ ഭൂമിയിൽ സകലതും സൃഷ്ടിക്കുന്ന ഈശ്വരനാണ്, ആ പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ദൈവത്തിനൊരു രസമാണ്.
അല്ല അങ്ങനെയല്ലേ? ദൈവം ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ കുട്ടപ്പനെയും സൃഷ്ടിച്ചു, അപ്പുറത്ത് രോമനെയും സൃഷ്ടിച്ചു, ഇവർ തമ്മിൽ എങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ, ദൈവത്തിന് വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇല്ലേ? ഈ അടുത്ത കാലത്ത് ഒരു മാന്ത്രികൻ എന്നാൽ ഹൈന്ദവ സംസ്കാരത്തെ പടിയടച്ച് ആക്ഷേപിക്കുന്ന, ഹൈന്ദവ സന്യാസിമാരെ ആക്ഷേപിക്കുന്ന, കോട്ടും സൂട്ടും ഇട്ട് ഉണ്ടക്കണ്ണുമായിട്ട് വന്നിട്ട് എല്ലാ ഹൈന്ദവതയിലെ സകലതയും വിശ്വസിക്കുന്ന, അദ്ദേഹം വിശ്വസിക്കുന്ന ആ മതത്തെയും ആ മതത്തിനെ ഉൾക്കൊള്ളുന്നതല്ലാതെ ബാക്കിയെല്ലാം വളരെ മോശമായി കാണുന്ന ഒരു ഭീകര മാന്ത്രികനാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന കോട്ടണിഞ്ഞ ഒരു മനുഷ്യൻ. അയാളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രോഗ്രാമിനകത്ത് അയാളുണ്ടായിരുന്നു. എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളാണ്. അയാളെക്കുറിച്ചൊരു വാർത്ത ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി അയാൾ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. താൻ ജനിച്ച കുലവും താൻ ജനിച്ച മതവും താൻ വിശ്വസിക്കുന്നതുമല്ലാതെ മറ്റെല്ലാം മ്ലേച്ഛമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക? നമുക്കാരെയും തിരുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സത്യം. നമുക്കൊരു ഉപദേശമാണ് നമുക്ക് എല്ലാവരോടും ഉള്ളത്. എന്താണ്? നമ്മൾ ആരെയും ഉപദേശിക്കാതിരിക്കുക എന്നുള്ള ഉപദേശം. ഉപദേശിച്ച് ഒരാളെ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാരണവന്മാരെടുത്ത് അവൻ വഴിതെറ്റി പോവുകയാണ്, ഒന്ന് ഉപദേശിക്കണം കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഒരു ഉപദേശമുണ്ട്, ഇന്നത്തെ കാലത്ത് അതില്ല. മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. നല്ല രസകരമായൊരു സീനാണ്. ആ ഫാക്ടറി തുടങ്ങാൻ പോകുമ്പോൾ ഇലക്ട്രിക്കലായിട്ടുള്ള ഓവർസിയർ വരും. മീറ്റർ വയ്ക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു സീനാണ്, മീറ്റർ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്. എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്ന മോഹൻലാലിൻ്റെ ഒരു അളിയനുണ്ട്, അത് ഇന്നസെൻ്റാണ്, അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളൊരു റൗഡി ഭാവത്തിൽ മുടിയൊക്കെ വെട്ടി, ഇന്നസെൻ്റ് ഏട്ടൻ മുടിയൊക്കെ കിട്ടിയിട്ട് എങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെയാണ് ഫീസ്, ഫീസ് അവിടെ തന്നെടാ. അപ്പോൾ ഇതെല്ലാം മാറ്റി വയ്ക്കണം, മാറ്റി വെച്ചില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അപ്പോൾ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം അദ്ദേഹം എങ്ങനെങ്കിലും വിദേശത്തൊക്കെ പോയിട്ട് വന്നിട്ട് എങ്ങനെ ഒരു ചെറിയ ഫാക്ടറി തട്ടിക്കൂട്ടി അവിടെ ഒരു ചെറിയ ഒരു ബിസിനസ് ചെയ്ത് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള അളിയന്മാർ, അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിനെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് ശങ്കരാടി ചേട്ടനെ, ഇപ്പോൾ അവരൊന്നും ഇല്ല ഈ ഭൂമിയിൽ, ഇന്നസെൻ്റ് ചേട്ടനെ ഇല്ല, ശങ്കരാടി ഒന്നുമില്ല, ഇവനെ ഉപദേശിക്കുന്ന ഒരു സീനുണ്ട് ഇയാളെ. അപ്പോൾ നീ ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നിൻ്റെ ചെകിട് ഞാൻ അടിച്ചു പറിക്കുമെന്ന് ശങ്കരാടി പറയുമ്പോൾ, എന്നാൽ പിന്നെ അമ്മാവൻ്റെ ചെകിട് ഞാൻ അടിച്ചു പറിക്കും എന്ന് ഇന്നസെൻ്റ് ചേട്ടൻ പറയുന്നൊരു സീനുണ്ട്. അതുപോലെയാണ് നമുക്ക് ഇക്കാലത്ത് ആരെയും ഉപദേശിക്കാൻ പറ്റില്ല, ഉപദേശിച്ച് നന്നാക്കാനും പറ്റില്ല. നമ്മൾ സ്വയം നമ്മൾ എവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്, എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്, ഈ തെറ്റുകൾ നമുക്കെങ്ങനെ തിരുത്താൻ പറ്റും, നമ്മൾ കാരണം ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ, ആ വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അവരെ ശാന്തമാക്കാൻ പറ്റുക എന്നൊക്കെയുള്ള സ്വയം ചിന്തകൾ കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തലുകൾ നടത്തി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനല്ലേ? ഒരാൾ ബിസിനസ് നടത്തി, ബിസിനസ്സിൽ നഷ്ടമുണ്ടായി, ഭീകരമായ നഷ്ടമുണ്ടായി. ആ നഷ്ടമുണ്ടാകുമ്പോൾ ആ നഷ്ടം നികത്താൻ എന്താണ് മാർഗം? അത് വീണ്ടും ലോൺ എടുക്കാൻ പോയാൽ, കടം മേടിക്കാൻ പോയാൽ അത് വീണ്ടും കൂടും. മറ്റൊരാളിൽ നിന്ന് പണം കടമെടുക്കാതെ, മറ്റുള്ളവൻ്റെ സ്വത്ത് ആഗ്രഹിക്കാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുക എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഒരു കടം മേടിച്ചു, ആ കടം മേടിക്കാൻ വേറൊരാളിൽ നിന്ന് ഇരട്ടി പലിശയ്ക്ക് കടമെടുത്തു, ആ പ്രശ്നമാകുമ്പോൾ മറ്റൊരാളിൽ നിന്ന് അതിനും ഇരട്ടി പലിശയ്ക്ക് കടമെടുത്തു. കടം കൊണ്ട് മൂടി ജീവിതം ഒതുങ്ങുന്ന എത്രയോ പേർ, ഒരു 72% ആൾക്കാരും കാശിൻ്റെ പേരിൽ നെട്ടോട്ടം ഓടുന്നവരാണ്. എൻ്റെ മുമ്പിൽ വരുന്ന, ഞാൻ പറയില്ലേ, മുറിപ്പാലത്തരി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഞാൻ 10-ാം തീയതി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡേറ്റ് എന്ന് പറയാൻ. ഒരു ദിവസം 70-75 പേര് ബുക്ക് ചെയ്തേക്കാണ്. എനിക്ക് 10 പേരെ പോലും പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല ഫലങ്ങൾ. ഈ കേൾക്കുന്ന മുഴുവൻ ദുരിതമല്ലേ, ദുഃഖ ദുരിതങ്ങളല്ലേ. കടം കൊണ്ട് മൂടിയ വീടും പ്രശ്നങ്ങളും ബാധ്യതകളും. കല്യാണം കഴിപ്പിക്കും, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കും. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്നൊരു കല്യാണം വന്നപ്പോൾ അതങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. കടം മേടിച്ച് വീടെടുത്ത് പണയം വെച്ചു, വീടിനെ മേടിച്ച് സ്വർണവും മേടിച്ചു. ഇന്നത്തെ കാലത്തിൻ്റെ സ്വർണ്ണ വില അറിയാമല്ലോ. മേടിച്ച് കല്യാണം നടത്തി, കടമൊക്കെ മേടിച്ച്. കടം തീർന്ന് കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം മുതൽ കടക്കാർ വരില്ലേ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർ, സ്വർണം കടം മേടിഞ്ഞവർ, പലിശയ്ക്ക് മേടിച്ചവർ, അവർ വന്ന് നിറയല്ലേ. അവസാനം വീടും നഷ്ടപ്പെട്ട്. അയാൾ വിദേശത്താണ്, പയ്യൻ എന്താ ജോലി, വിദേശത്ത് ജോലിയാണ്. അവനെ ഉടനെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ ഉടനെ കല്യാണം കഴിച്ചിട്ട് കല്യാണം പോവും, അവൻ ജീവിതത്തിൽ തിരിച്ചു പോകില്ല. അവൻ അവിടുന്ന് വിസ റദ്ദ് ചെയ്ത് വന്നവനാണ്. ആ പെൺകുട്ടിയുടെ ജീവിതവും പോയി. അവരിപ്പോൾ എന്തോ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുവാണ് ഇവിടെ.
ഇയാൾ കടം കൊണ്ട് നശിച്ച്. അപ്പം നമ്മുടെ എന്താണ്, നമ്മൾ ദീർഘവീക്ഷണമില്ലാതെ ചെയ്ത് കൂട്ടിയതിൻ്റെ ശിക്ഷയല്ലേ അത്? കിടപ്പാടവും പോയി, മകളുടെ ജീവിതവും പോയി, അതിനിടയിൽ ഒരു കുട്ടിയെ ഉണ്ടായി. ഇതെല്ലാം നമ്മളുടെ ചിന്താധാരകൾ ആ സമയത്തേക്ക് വന്നു ചേരുന്ന എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന പക്വത ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മളെപ്പോഴും സ്വപ്നങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കും അല്ലേ? നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എൻ്റെ അടുത്ത്, ഞാൻ ഈ മുറിപ്പാലത്താടി തമ്പുരാൻ്റെ അവിടെ 2 പേരുണ്ട്. കൊണ്ടുവന്ന പൈസ ഉള്ള അമ്പലങ്ങൾ മുഴുവൻ 2 പേരും പോവും. ഞാൻ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ട് എൻ്റെ മുമ്പിലോട്ട് വരരുതെന്ന്, ഉള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ പൈസ മുടക്കി പോവും. ഇങ്ങനെ പോവും. കേരളത്തിനും പുറത്തുമുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എന്ത് കാര്യത്തിനാണ്? എന്നിട്ട് തിരിച്ചു വരും, എവിടെയെങ്കിലും കൂടെ പണം കൊണ്ട് കളയും. എന്നിട്ട് ആ കടം തിരിച്ചു മേടിക്കാൻ ഒരു 50 തവണ പോവും. അതൊരു വിധിയാണ്, ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വിധി. ദൈവങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതാൽ എന്തെങ്കിലും കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് വിചാരിച്ചേക്കണം. നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ശുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഈശ്വരൻ ഒരു തണലായി കൂടെ നിൽക്കും. നമ്മൾ മരുഭൂമിയിലൂടെ കുറേ ദൂരം നടന്നു പോയാൽ അവിടെ ഒരു ഉണങ്ങിയ മരമെങ്കിലും കാണും. ആ മരത്തിൻ്റെ തണലിലെങ്കിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോൾ ഒരു ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാകും. ഉള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജാരിമാർക്ക് കുറേ പൈസയും കൊടുത്ത് കുറേ പൂജകൾ ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ചില പൂജകൾക്കൊന്നും പരിഹാരമില്ല. പൂജ എന്ന് പറയുന്ന പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. പരിഹാരങ്ങൾ, മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടെങ്കിൽ എൻ്റെ തന്നെ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പയ്യൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. അവന് ടൈ കെട്ടുമ്പോൾ കണ്ണ് തള്ളി വരും. ഞാൻ അവനെ ഒരു ചെറിയ താന്ത്രിക കർമ്മം ചെയ്ത് രക്ഷപ്പെടുത്തി. എൻ്റെ കണ്ണ് പോയി, എൻ്റെ കണ്ണ് പ്രശ്നമുണ്ട്. രോഗമാണെങ്കിലേ മാറ്റാൻ പറ്റൂ. താന്ത്രികങ്ങളിൽ പറ്റിയ അബദ്ധം. കാരണം ആ കുട്ടി എന്നിട്ട് നല്ല വാക്ക് പോലും പറയാതെ പോയ എൻ്റെ മാതാപിതാക്കൾ അല്ലേ? ഒന്നീ പണം കിട്ടണം, അതുമില്ല, ഒരു നല്ല വാക്കുമില്ല. നമ്മുടെ കണ്ണ് ജീവിതകാലം മൊത്തം നമ്മുടെ ആ കണ്ണിനുണ്ടാക്കുന്ന ആഘാതമാണ്. ഇപ്പോൾ കണ്ണിന് പ്രഷറിന് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മളെന്താണ്, നമ്മളത് അറിയാതെ ഇല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതെ നമുക്ക് ആ കുട്ടി അങ്ങനെയാണ് ജീവിക്കാൻ ദൈവം വിധിച്ചിരിക്കുന്നത്. ആ വിധിച്ചിരിക്കുന്നത് നമ്മൾ മാറ്റാൻ പോയാൽ അത് തിരിച്ചടിക്കും. അതിൻ്റെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പോൾ സ്വാമി പറഞ്ഞു തലക്കാവേരിയിൽ പോയിട്ടൊന്ന് കുളിച്ചാൽ വിധി മാറും. അപ്പോൾ എനിക്കൊരു മാറ്റവും കണ്ടില്ല. നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കണില്ലേ? നിങ്ങൾക്ക് മൃത്യു സംഭവിക്കേണ്ട ആളായിരുന്നു. ആ മൃത്യു സംഭവിക്കേണ്ട ആ ദിവസമാണ് നിങ്ങൾ തലക്കാവേരി പോയി കുളിച്ചത്. അല്ല സാറേ, വഴിയിൽ വെച്ചൊന്ന് തട്ടി, അത്രയല്ലേ തട്ടിയുള്ളൂ. പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള പ്രയാണം, യാത്രയാണ്. അത് പരിഹാരങ്ങളല്ല. പരിഹാരങ്ങൾ 6-1 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ശത്രു സംഹാരമുണ്ട്. ശത്രു സംഹാരമല്ല, ശത്രുതാ സംഹാരം. ഉഗ്രപ്രത്യഗ്ര ദേവിയെ പോലുള്ളതിന് ശത്രുക്കളുടെ ജപിച്ചു കഴിഞ്ഞാൽ ശക്തി തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് ഒരാളെ സഹായിച്ച അയാൾ വളരെ വലിയ കോടീശ്വരനായിട്ട് മാറി. ഈ പണം ഉണ്ടാകുന്നതല്ലല്ലോ കോടീശ്വരനാകുമ്പോൾ അതിൽ ഈശ്വരൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കോടി എന്ന് പറയുന്ന കോടി മുണ്ടിലെ നൂലാണ്. ഒരു നൂൽ ബന്ധമുണ്ട് ഈശ്വരനുമായിട്ട്. അപ്പോൾ ഈശ്വര സാന്നിധ്യമുണ്ട് അതിനകത്ത്, വസ്ത്രത്തിന്. അപ്പോൾ വായിക്കഴിഞ്ഞപ്പോൾ പുള്ളി സകലരെയും മറന്നു, കൂടെ നിന്നവരെയും മറ്റവരെയും മറിച്ചവരെയൊക്കെ മറന്ന്. അപ്പോഴത്തേക്ക് പുതിയ കുറേ ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ വന്നു. തന്ത്രമന്ത്രാദികൾ കൊണ്ട് ഇതൊക്കെ നിലനിർത്താൻ പറ്റുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചു. വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്ത് കുഴിച്ചിട്ട് വലിയ ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പടിക്കെട്ടിരുന്ന് മുകളിലേക്ക് ഉരുണ്ട് വീണ് ഭാര്യയ്ക്ക് തലപൊട്ടി. അവിടെ വീട് മുഴുവൻ പ്രശ്നമായപ്പോൾ എൻ്റെ അടുത്ത് ഓടിപ്പടച്ച് വന്നു, സ്വാമി വീട് വെച്ചു, വീടിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷേ എല്ലാം ബന്ധനത്തിലാണ്. ക്വാറിയുണ്ട്, കള്ളുഷാപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇതെങ്ങനെയാണ്? അപ്പം ഞാൻ പറയും, നിങ്ങളെ സഹായിച്ച ഒരു മനുഷ്യനുണ്ട്, ശങ്കരേട്ടൻ എന്ന് പറയുന്ന ഓർമ്മയുണ്ടോ? ശങ്കരേട്ടൻ. അല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിനെ പോയി കണ്ട് സാഷ്ടാംഗം പ്രമാണം ചെയ്യുക, നിങ്ങളെ ഞാൻ മറന്നിട്ടില്ല, അദ്ദേഹത്തിനൊന്നുമില്ല, നിങ്ങളെ ഒരുപാട് സഹായിച്ചതാണ്, നിങ്ങൾക്ക് ഒരുപാട് പണം തന്നതാണ്, നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും തന്നതാണ്, നിങ്ങൾ ചതിച്ചു. അപ്പോൾ ഇതെല്ലാം പോയേ പറ്റുള്ളൂ. ശരിയാണ്, ഞാൻ പോയി കാണാം. ഞാൻ പറഞ്ഞു, വെറുതെ കാണാൻ പോയാൽ അദ്ദേഹത്തിനൊരു മുടുമുണ്ട് മേടിച്ചുകൊണ്ട് പോകണം, ഒരു കോടി മുണ്ട്. പോകുമ്പോൾ ശങ്കരേട്ടൻ അവിടെ ഉണ്ട്. അല്ല പോയിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ എന്ത് പറഞ്ഞു? ആ കണ്ണുകൾ നിറഞ്ഞു. ഇനിയും നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും ഒരു പക്ഷേ. അത് സന്തോഷം കൊണ്ട് നിറഞ്ഞാണ്, നിങ്ങൾ നശിക്കാൻ വേണ്ടി നിറഞ്ഞതല്ല. നമ്മളെ ഒരു വാക്കുകൊണ്ട്
നമ്മളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വസ്ത്രം മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വല്ല വാക്കുകൊണ്ട് നമ്മളെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹമെന്ന വാക്കിൻ്റെ നമ്മുടെ സംഘർഷപരമായ ആളിക്കത്തുന്ന അഗ്നി പോലെ ആളിക്കുന്ന ജീവിതത്തിൽ നമുക്കൊരു തണലാകുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ, ആ തണൽ തന്ന ആളിനെ നിങ്ങൾ സ്മരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നത്. പണം എങ്ങനെ ഉണ്ടാകാം? എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം, അല്ലേ? ആ കൃപ നിങ്ങൾ ആലോചിക്കണം. സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും മറക്കാതിരിക്കുക. മറ്റൊരാളുണ്ടാക്കിയ സ്വത്ത്, അല്ലേ, മറ്റൊരാളുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്തെല്ലാം തന്നെ തൻ്റെ കാലശേഷം താൻ മരിച്ചു പോയാലും ആ സമ്പത്തെല്ലാം തന്നെ തൻ്റെ ഭാര്യയും മക്കൾക്കും അനുഭവിക്കാനുള്ളതാണ്. കാരണം നാളെ അവർ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടരുത് എന്ന് വിചാരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് അയാളുടെ വിധിവൈരവ്യം കൊണ്ട് അയാളുടെ ജീവിതം താറുമാറാകുമ്പോൾ അയാളെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നവരും ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ളവർക്ക് കാലം കൊടുക്കുന്ന എന്താണ്? സന്താനങ്ങൾക്ക് വിവാഹയോഗമില്ലാതെ വരിക, അല്ലേ? മദ്യ ലഹരിക്ക് കടിമയായി പോകുന്ന മക്കളുടെ ജീവിതം കണ്ട് മരവിച്ച് നിൽക്കുന്ന സ്വത്ത് അന്യം വന്ന് പോകുന്ന അവസ്ഥ വരിക. ആരെയാണോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ നാശത്തിൻ്റെ നല്ലൊരു ശതമാനം നമ്മളിലേക്ക് തന്നെ വരിക. നമ്മൾ രോഗദുരിതങ്ങൾ കൊണ്ട് ശ്വാസം കിട്ടാതെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, മരണത്തിന് വേണ്ടി യാചിക്കുക. മരണമേ വരൂ, എന്നെ കൊണ്ടുപോകൂ, എനിക്കിനി ജീവിതത്തിലൊന്നും അനുഭവിക്കാനില്ലാതെ വരിക. ഇതൊരു വലിയ സത്യമാണ്. ഞാനിപ്പോൾ തൊടുപുഴയ്ക്ക് പ്രദേശത്തുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു ചിത്രം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നെ പലവട്ടം വിളിച്ചു, മരണിക്കാനുള്ള സമയം കുറിച്ച് തരൂ സ്വാമി. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ, ഞാൻ കാന്തല്ലൂർക്ക് മുമ്പ് ഒരു ദിവസം അവിടെ കയറുമ്പോൾ കട്ടിലിൻ്റെ പകുതി പുള്ളിയുടെ കാലിപ്പുറത്തും ഉടലിപ്പുറത്തുമായിട്ട് ഇങ്ങനെ കിടക്കണു. കോടിക്കണക്കിന് സ്വത്തുണ്ട്, ഒരു മനുഷ്യനും നോക്കാനില്ല. ഞാൻ ചെന്ന് കയറിയിട്ട് ജനലിൽ കൂടെ വിളിച്ചപ്പോഴത്തേക്ക് കൂർക്കം വലി മാത്രം കേൾക്കാം. ചക്രശ്വാസം വലിക്കുകയാണ് മരണമില്ലാതെ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ചെയ്തു കൂട്ടിയ മറ്റുള്ളവൻ്റെ നമുക്ക് അവകാശമില്ലാത്ത സ്വന്തമല്ലാത്ത സ്വത്തുക്കൾ തട്ടിപ്പറിച്ചുണ്ടാക്കിയ, കുടുംബത്തിൽ ആർക്കും കൊടുക്കാതെ തട്ടിപ്പറിച്ചത്, മറ്റാർക്കോ അവകാശപ്പെട്ടത്, മറ്റാരോ അനുഭവിക്കാനുള്ളതെല്ലാം തട്ടിപ്പറിച്ച് ജീവിച്ചത് ആ കട്ടിലിൻ്റെ പകുതിയിലും അങ്ങോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിയുന്നതും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നവനാണ് സമ്പന്നൻ. നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയണം. ഒരുപാട് സമ്പത്ത് തരുമ്പോൾ നമുക്കൊരു മഹാദുരന്തം വരുന്നുണ്ടെന്ന് ആലോചിക്കണം. നമുക്കൊരു മഹാദുരന്തം വരാൻ പോവുകയാണ്. ദൈവം വാരിക്കോരി തരുവാണ്. എന്തിനാണ് ഈ വാരിക്കോരി തരുന്നത്? എന്തിനാണ്? എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാനായിട്ടാണ്. ആ വാരിക്കോരി തരുന്നതിൽ ഒരു വിഹിതം നീ സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരു വിഹിതം ദുഃഖം അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കും വേണ്ടി നിൻ്റെ മനസ്സിൻ്റെ സമർപ്പണത്തോടെ അവരെ ഒന്ന് സഹായിക്കുക. നിനക്കന്നം നിറയാനുള്ളത് തരിക. ആഭിചാരം കൊണ്ട് വയറ് സ്തംഭിപ്പിക്കാൻ പറ്റും. വയറിന് ഉദരരോഗം വന്ന് വയറ് സ്തംഭിച്ചാൽ ആഭിചാരം ഉറപ്പാണ്. ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ആഭിചാരം വിശ്വസിക്കാത്ത ഞാൻ ഇപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥകളിലേക്ക് പോവുകയാണ്. ആഭിചാരം കൊടും ശക്തിയാണ്. വയറിന് സ്തംഭനം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് തൻ്റെ ശത്രുക്കളുടെ സ്ഥിതി, ശത്രുഭാവം കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അന്ധവിശ്വാസമല്ല, കലിയുഗത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളോട് പകയോടുകൂടി പെരുമാറാതിരിക്കുക. കാരണം ആഭിചാരം ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരുപാട് തന്ത്രമന്ത്രവാദികൾ നന്നായിട്ടറിയാവുന്ന ഒരുപാട് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിത്യേന എൻ്റെ അടുത്ത് വരുന്ന പലരും ആഭിചാര കർമ്മങ്ങൾക്ക് സ്കിന്നിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം, സ്വാമി ഞാനൊരു ദോഷവും ചെയ്തില്ലല്ലോ സ്വാമി, എന്നിട്ട് എനിക്ക് ഇങ്ങനെ വരുന്നല്ലോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും എൻ്റെ മുമ്പിൽ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാണ് എൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വരിക. എൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളില്ല. എൻ്റെ ചില പ്രശ്നങ്ങൾക്കും, എൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരവുമില്ല. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാകട്ടെ. പണത്തിൻ്റെ പിന്നാലെ പോയി, സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയി നമുക്ക് നാശം സംഭവിക്കാതിരിക്കട്ടെ. ശരീരം നശിച്ചാലും മനസ്സ് നശിക്കാതിരിക്കട്ടെ, ബോധം നശിക്കാതിരിക്കട്ടെ. ഉത്തമമായ ബോധം ഈശ്വരനോട് അടുത്തു നിൽക്കുകയും ശരീരം നശിച്ചാലും ഉത്തമമായ മനസ്സ് നമുക്ക് നിലനിൽക്കുകയും നമുക്കൊരു പുനർജന്മം ഉണ്ടാകുമ്പോൾ ശാന്തമായ ഒരു ജീവിതം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം, നന്ദി.